എല്ലാവർക്കും നമസ്കാരമുണ്ട്. കുറെ നാളെ ഒരു വീഡിയോ ഒക്കെ ആയിട്ട് മുന്നിൽ പോകുന്നത് അല്ലേ. നിങ്ങൾക്കറിയാവുന്ന പോലെ വേൾഡ് കപ്പാണ്. ഞാൻ ഇറ്റലിയുടെ ജേഴ്സി കെട്ടിരിക്കുന്നത്. ഇറ്റലി വേൾഡ് കപ്പ് പോലില്ല. ഇവിടെ പോയപ്പോൾ ഇറ്റലിയുടെ ഒറിജിനൽ ജേഴ്സിയാണ്. വേൾഡ് കപ്പിൽ നട്ട കാരണം കൊണ്ട് 75% ഓഫർ കണ്ടപ്പോൾ മേടിച്ചതാണ്. നല്ല ജേഴ്സിയാണ്. അപ്പോൾ ഞങ്ങളുടെ നാട്ടിലും, എൻ്റെ നാട് തൃശ്ശൂരാണ്. ഞാൻ എത്ര നാളെ എൻ്റെ നാട് എന്ന് പറഞ്ഞിരുന്നില്ല, തൃശ്ശൂരാണ്. തൃശ്ശൂർ എഴുത്തത്ത് എന്ന് പറഞ്ഞൊരു ഗ്രാമം പോകുന്ന സ്ഥലമാണ്. തൃശ്ശൂർ കോർപ്പറേഷനിലാണെങ്കിലും തൃശ്ശൂർ ടൗണിൽ നിന്ന് ഇങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ ഒരു 7 റെയിൽവേ സ്റ്റേഷനാണ് 7 കിലോമീറ്റർ മാറിക്കഴിഞ്ഞാൽ എത്തുന്ന ഒരു നാടാണ് എഴുത്തത്ത് എന്ന് പറഞ്ഞതാണ്. ചെറിയൊരു ഗ്രാമം പോലത്തെ സ്ഥലമാണ്. അപ്പം ഞങ്ങളുടെ ഇവിടെയൊക്കെ എൻ്റെ കുട്ടിക്കാലത്തൊക്കെ, ഞങ്ങൾക്ക് ഇന്നത്തെ കുട്ടിക്കാലത്തൊക്കെ ആൾക്കാരുടെ ആഗ്രഹങ്ങൾ വേറെയാണ് അല്ലേ. അന്നത്തെ പണ്ടത്തെ എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഞങ്ങളുടെ ആഗ്രഹങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ 6:30 അശോകേട്ടൻ്റെ ഇടയ്ക്ക് കളിക്കാൻ പോകുന്നതാണ്. അശോകേട്ടൻ്റെ ക്യാമ്പിൽ പോയി ചേരാവുന്നതാണ്. അശോകേട്ടൻ്റെ ക്യാമ്പിൽ ആ സമയത്ത് പോയി ചേർന്ന ഒരു മുട്ടയും കിട്ടും, പാലും കിട്ടും. പന്ത് കളി, ഫുട്ബോൾ കളി എന്ന് പറഞ്ഞ സംഭവം അത് ലഹരിയെ കൊണ്ടുവരുന്ന നാടാണ്. ഒരുപാട് ലെജൻസ് ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് വലിയ വലിയ പ്ലെയേഴ്സ് ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് പ്രതിഭാശാലികളായ ഒരുപാട് കളിക്കാർ പലയിടത്തും എത്തിയവരുണ്ട്, എത്താത്തവരുണ്ട്. അങ്ങനത്തെ ഒരു നാട്ടിൽ നിന്നാണ് ഞാൻ വരുന്നത്. അപ്പോൾ വേൾഡ് കപ്പ് സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിൽ ഉത്സവം പോലെയാണ്. അപ്പോൾ ശരിക്കും ഉത്സവം സ്റ്റാർട്ട് ചെയ്യുന്ന സമയം നാട്ടിലൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോഴത്തെ കാലത്ത് കുറേ റീൽസൊക്കെ നിങ്ങൾക്ക് കാണാം. ഫ്ലക്സും എന്താ പറയുക, വലിയ ബോർഡിങ്സും കാര്യങ്ങളൊക്കെ. ഇതൊക്കെ ഇത്രയും വൈറലാണതിന് മുമ്പ് തന്നെ അത്രയും പ്രാന്തത നാട്ടിൽ നിന്നാണ്. കേരളത്തിൽ എല്ലാവർക്കും ഈ പ്രാന്തുണ്ട് ജനിച്ചവർക്കൊക്കെ. നമുക്ക് പ്രത്യേകിച്ച് കുറച്ചും കൂടുതലാണ് ഞാൻ പറയും വെളുത്തുകാർക്ക്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്തു നിന്നാണ് ഞാൻ വന്നത്. അപ്പോൾ വേൾഡ് കപ്പാണ്. ഒരു ബിഗ് സ്ക്രീനിലൊക്കെ കളിയൊക്കെ കാണിക്കുന്നുണ്ട് അവിടെ ഞങ്ങളുടെ നാട്ടിൽ. ചെറിയ ഗ്രൗണ്ടിലൊക്കെ എല്ലാ കളിക്കുന്ന എല്ലാ ചേട്ടന്മാരും കൂടിയിട്ട് ഞങ്ങൾക്ക് വീട്ടിലും ഭാഗ്യം, ഒരു പുണ്യം എന്ന് പറഞ്ഞതാണ്. ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങളുടെ തലമൂത്ത ചേട്ടന്മാരായാലും ഞങ്ങളുടെ അപ്പന്മാരായാലും, എൻ്റെ അപ്പനോട് ഒരുപാട് തന്നെ എൻ്റെ കൂടെ കളിച്ചു വന്ന എല്ലാ കുട്ടികളുടെ അപ്പന്മാരായാലും ഒക്കെ പന്ത് കളിനെ ഇഷ്ടപ്പെട്ടിരുന്ന, സ്നേഹിച്ചിരുന്നവരായിരുന്നു. അതിൽ ഭൂരിഭാഗം ആൾക്കാർ കുറേ പേരും ക്രിക്കറ്റ് കളിനെ വെറുത്തവരായിരുന്നു. ക്ലിപ്പറാണെങ്കിൽ ക്രിക്കറ്റ് കളിക്കണമെങ്കിൽ തല്ലണമെന്നാണ് എൻ്റെ അപ്പനൊക്കെ. ക്രിക്കറ്റ് കളിക്കുന്ന ദേഷ്യം. അപ്പം അങ്ങനത്തെ ഒരു കൾച്ചറിൽ നിന്നാണ് ഞങ്ങൾ വരുന്നത്. അപ്പം ഇന്നത്തെ കാലത്ത് ഇപ്പോൾ വേൾഡ് കപ്പ് നടക്കുമ്പോൾ കഴിഞ്ഞ കൊല്ലം 4 കൊല്ലം മുമ്പ് ഞാൻ ഉണ്ടായിരുന്നില്ല. പിന്നെ 2 കൊല്ലമായി നാട്ടിലില്ല. 8 കൊല്ലമായിട്ട് 4 കൊല്ലം കഴിഞ്ഞിട്ട് വരുന്നത്. ഇപ്പം നാട്ടിലുണ്ടായിരുന്നില്ല. കഴിഞ്ഞ വേൾഡ് കപ്പ് ഞാൻ നാട്ടിലുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെയാണ്. ഇപ്പോൾ വേൾഡ് കപ്പ് വലിയൊരു ഉത്സവമാണ്, വലിയൊരു ആഘോഷമാണ്. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇപ്പോൾ ആഘോഷം തുടങ്ങിയിട്ടുണ്ടാവും. ഫ്ലെക്സുകളൊക്കെ പഴയ പോലെ കയറുണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം നാട്ടിൽ എൻ്റെ കൂടെ നിന്ന പിള്ളേരൊക്കെ, ഞങ്ങളൊക്കെ ഒരുപാട് പേരുണ്ട്. എൻ്റെ പ്രായത്തിലുള്ള സമപ്രായക്കാരായ ഒരുപാട് പേരുണ്ട്. ഇവരൊക്കെ ലോകത്തിൻ്റെ പല സ്ഥലത്താണ് ഇപ്പോഴും കുറേ പേര്. അവിടെ നിന്ന് ജനിച്ചു വളർന്ന കുട്ടികൾ. ചെറുപ്പം തൊട്ട് ഞങ്ങൾ എന്താ പറയുക, പന്ത് കളിച്ചും തല്ലുകൂടിയും അടിയുണ്ടാക്കിയും നന്നായിട്ടേക്ക് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് എല്ലാവരും സെറ്റാവണം. അല്ലെങ്കിൽ എല്ലാവർക്കും വിഷമമാണ്. അങ്ങനത്തെ ഒരു നാടീനും അങ്ങനത്തെ ഒരു ഇതൊക്കെയാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും പറയാനുള്ളത് ഞങ്ങൾ മൊത്തമൊക്കെ വരുന്ന ആൾക്കാരാണ്. തല്ലുണ്ടാക്കിയിട്ട് ഉണ്ടാക്കണമെങ്കിൽ അടി ഉണ്ടാക്കും. അത് കഴിഞ്ഞ് പിന്നെയും പഴയ പോലെ ചങ്ങാതിമാരാണ്. അപ്പം അങ്ങനത്തെ ഒരു നാട്ടിൽ നിന്നാണ് ഞാൻ വരുന്നത്. അപ്പോൾ അവിടുത്തെ ഫുട്ബോൾ ഉത്സവവും ലഹരികളൊക്കെ നമ്മൾ മിസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും എന്താ പറയുക, സോക്കറിൻ്റെ ഫുട്ബോളിൻ്റെ ടൂർണമെൻറ്റ് സ്റ്റാർട്ട് ചെയ്യണം, സീസൺ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ അതിന് മുമ്പ് നമുക്കൊരു വീഡിയോ ഒക്കെ ചെയ്യാൻ തോന്നി. ഇന്ന് ഇപ്പോൾ ഓഫാണ്. അപ്പോൾ സമാധാനമായിട്ടിരിക്കുന്ന ദിവസമാണ്. പുതിയ വീട്ടിലേക്ക് മാറിയിട്ടാണ് ഞാൻ ഇച്ചിരി വീഡിയോ ചെയ്തേക്കാം എന്ന് വിചാരിച്ചു. പ്രത്യേകിച്ച് വലിയ കാര്യമുള്ള കണ്ടന്റൊന്നും ഇല്ല, ചുമ്മാ കഥ പറയാൻ ചെയ്തു. അപ്പം അങ്ങനത്തെ ഒരു എന്താ പറയുക, ഞാൻ ഈ വീഡിയോയിലെ കാണിക്കാം കേട്ടോ. എൻ്റെ നാടും കാര്യങ്ങളൊക്കെ ചെറിയ ഫോട്ടോസൊക്കെ കാണിക്കാം. അപ്പോൾ അതൊക്കെയാണ് എൻ്റെ നാട്. ഞങ്ങളിപ്പോൾ ഒരുപാട് പേരുള്ളത് നാട്ടിലെല്ലാത്തിലൊക്കെ മിസ് ചെയ്യുന്നൊരു കാര്യങ്ങളായിരിക്കും ഈ കാര്യങ്ങളൊക്കെ. ഞങ്ങൾ രാവിലെ 6 മണി, ഞാൻ പറഞ്ഞത് രാവിലെ 6 മണി 6:30 ആകുമ്പോൾ ഞങ്ങളുടെ പല സ്ഥലത്ത് ഞങ്ങളുടെ 2 ഗ്രൗണ്ടൊക്കെയാണ്, പള്ളി ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഒരുപാട് പ്രായമായ ആൾക്കാരും ഇപ്പോഴും 60s 70s ആൾക്കാരും രാവിലെ എത്തി നടക്കും, ഓടും, ചാടും. അങ്ങനത്തെ ഒരു ഒരു കൾച്ചറാണ് ഞങ്ങളുടെ നാട്ടിൽ. അതൊരു തരത്തിൽ പല തരത്തിലും ഞങ്ങളുടെ നാട്ടുകാരും ഞങ്ങളുടെ എല്ലാവരും എന്താ പറയുക ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, ഞങ്ങളുടെ തലമുറനെയൊക്കെ വാർത്തു വരുത്താനായിട്ട്. അപ്പോൾ അതൊക്കെ ഉള്ളതാണ്. കുട്ടി കുറുമ്പുകളും തെറ്റുകളില്ലാത്ത മനുഷ്യന്മാരില്ല അല്ലേ. പക്ഷേ ഈ ഒരു എന്താ പറയുക കായികമായ ഒരു വർക്ക് കൾച്ചർ, കായികമായ ഒരു കൾച്ചർ അല്ലേ, സ്പോർട്സിനോടുള്ള താല്പര്യം, അത് ഇന്നത്തെ കാലത്ത് നമുക്ക് കാണാൻ പറ്റാത്തൊരു ഇതാണ്. ഇന്നത്തെ കാലത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തലമുറയിലൊന്നും അങ്ങനെ സ്പോർട്സിനോട് വളരെ താല്പര്യമുള്ളവർ വളരെ കുറവാണ്. ഇപ്പോൾ എല്ലാവർക്കും ഇൻസ്റ്റാഗ്രാമും യൂട്യൂബും ഒക്കെ മതി. ഇപ്പം ഞാൻ കണ്ടില്ലേ ഇതെന്ന് പറയുന്നത് ഇൻസ്റ്റാഗ്രാമില്ല, കാലം മാറി. പക്ഷെ പഴയൊരു കൾച്ചറിലേക്ക് പോകണമെങ്കിൽ നല്ലതാണ്. കാലത്ത് തന്നെ രാവിലെ എനിക്ക് പോവുക. പണ്ടത്തെ കാലത്ത് മുട്ടയും പാലും പഴമുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇപ്പോഴും അശോകട്ടൻ ക്യാമ്പൊക്കെ തുടങ്ങിയിട്ടുണ്ട് റിട്ടയർഡായിട്ട്. അപ്പോൾ അതൊക്കെയാണ് ഞങ്ങളുടെ ഒരു നാടും ഞങ്ങളുടെ കൾച്ചറും. അപ്പോൾ അവിടെ ഉത്സവം തുടങ്ങണം. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ ഉത്സവം തുടങ്ങിയിട്ടുണ്ടാവും. വേൾഡ് കപ്പിൻ്റെയൊക്കെ ആഘോഷിക്കുക. 4 കൊല്ലത്തിലൊരിക്കലും വരുന്ന ഒരു ഉത്സവമാണ്. അതിലുള്ള തമ്മിത്തലൊക്കെ കാണുന്ന രസമാണ്.
അപ്പോൾ ജേഴ്സി ഇറ്റലിയിലാണെങ്കിലും നമ്മുടെ ടീമൊക്കെ ബ്രസീലാണ് ഉണ്ടാവും. നമ്മൾ ബ്രസീലിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ് പണ്ട് തൊട്ടിട്ട്. കോളേജ് കാലത്ത് എനിക്ക് എപ്പോഴും ഓർമ്മയുണ്ട്. ഫസ്റ്റ് ഇയർ 2009 2009 ബ്രസീലും അർജന്റീനയും കളിക്കായിരുന്നു. ബ്രസീൽ തോറ്റ വഴിക്ക് എനിക്ക് ശരിക്കും മലയോട് നോറ്റ പിള്ളേർ. അത് കഴിഞ്ഞ് പിന്നത്തെ ബ്രസീലിൽ പ്രീ ക്വാർട്ടറിൽ അർജന്റീന തോർത്തായിരുന്നു. അർജന്റീന തോറ്റ പ്രശ്നമുണ്ടായിരുന്നില്ല. അന്നൊക്കെ എൻ്റെ കൂടെ തന്നെ സീനിയേഴ്സ് ആയിരുന്നു. ഹരീഷേട്ടൻ, ഞാൻ ഓർക്കുന്നു, ഹരീഷേട്ടൻ, സാവക്കാട് ഭാഗത്തുള്ള ഹരീഷേട്ടൻ, കൊടുങ്ങല്ലൂർ ഭാഗത്തുള്ള ഹരീഷേട്ടൻ. അങ്ങനെ നല്ല രസങ്ങളുള്ള ഓർമ്മകളുള്ള രസകരമായ മെമ്മറികളുള്ള ഒരു എന്താ പറയുക ഒരു കാലഘട്ടമാണ് ഈ ഫുട്ബോൾ വേൾഡ് കപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം എല്ലാവരും മാക്സിമം കാണുക, പരസ്പരം ഫാൻ ഫൈറ്റ് ചെയ്യുക, നല്ല രീതിയിലുള്ള ഫാൻ ഫൈറ്റ് ചെയ്യുക, തല്ലുണ്ടാക്കുക, ഇടിയുണ്ടാക്കുക, അതൊക്കെ രസം അല്ലേ? അപ്പോൾ എല്ലാവർക്കും വേൾഡ് കപ്പിന്റെ എല്ലാവിധ ആശംസകളും. അടിച്ചു പൊളിക്കുക, വേൾഡ് കപ്പ് ഒക്കെ കാണുക. കളിയായിരിക്കണം ലഹരി, അതന്നെയായിരിക്കും ലഹരി. കീപ് ക്യാരിയിങ് ഓൺ, കീപ് ഗോയിങ് ഓൺ. ഓക്കെ, ടേക്ക് കെയർ, ബൈ ബൈ.